എന്റെ ഊഹം ശരിയാണെങ്കിൽ കമ്പനികൾ നമുക്ക് കൈവിട്ടു പോകും. അരവിന്ദ, അതെ അമ്മേ, നമ്മുടെ ഈ വീടിന്റെ ഭൂരിഭാഗവും നാട്ടുകാർക്ക് കയ്യേറി താമസിക്കാൻ വിട്ടുകൊടുത്താൽ എന്ത് സംഭവിക്കും? അതുപോലെ നമ്മുടെ കമ്പനികളുടെ 90% ഇപ്പൊ മറ്റുള്ളവരുടെ കൈകളിലാണ്. അതാരൊക്കെയാണെന്ന് നമുക്ക് അറിയത്തു പോലുമില്ല. ഒരുപക്ഷെ അറിയാവുന്നത് അനന്തുവിനായിരിക്കും. അവൻ നമ്മുടെ കമ്പനി അങ്ങനെ വിട്ടുകളയോ? അതറിയില്ലമ്മേ. ഉറപ്പായിട്ടും കള്ളം കപ്പല് തന്നെയാ. ഞാൻ കാർത്തിക്കിന്റെ ഭാര്യയായിട്ട് ജീവിക്കണമെന്ന് അച്ഛൻ എന്തായിരുന്നു ഇത്ര നിർബന്ധം? അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. നീ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? ഇതിൽ കൂടുതൽ ഇനി എന്താ അച്ഛ ഉണ്ടാവാനുള്ളത്? മറ്റൊരു വിവാഹം കഴിച്ച് ഉപേക്ഷിച്ചതാണെന്ന് അറിയിക്കാതെ എത്ര കാലം ഒരു കുടുംബത്തിൽ ഞാൻ ജീവിക്കുന്നത്? അച്ഛൻ അറിഞ്ഞിട്ടില്ല അത്. വിവാഹത്തിന് മുമ്പേ എല്ലാം വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് തന്നെയാണ് കാർത്തിക് എന്നോട് പറഞ്ഞത്. പിന്നെ എല്ലാം അച്ഛൻ അറിയാമായിരുന്നു എന്ന് കാർത്തിക് എന്നോട് പറഞ്ഞതോ? അത് പിന്നെ മോളെ, എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇതുപോലെയല്ല. പെണ്ണ് കാണാൻ വരുമ്പോൾ തൽക്കാലം വീട്ടുകാരോട് പറയണ്ട, പെണ്ണിനെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാർത്തിക് തന്നെ എല്ലാം പറഞ്ഞോളാമെന്നാണ് പറഞ്ഞത്. വിവാഹത്തിന് മുമ്പേ എല്ലാം പറഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അന്വേഷിക്കണമായിരുന്നു. അത് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു അച്ഛൻ ഈ വിവാഹം നടത്താൻ. ഇതിപ്പോ നടതള്ളി ഇറക്കി വിട്ടതുപോലെയായി. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? ഇങ്ങനെയല്ല ഞാൻ പറയേണ്ടത്. എന്റെ ജീവിതമല്ലേ നശിച്ചു പോയത്? ഇത്രയ്ക്ക് സഹിക്കിട്ടിരുന്നു അച്ഛൻ. ഞാൻ വീട്ടിൽ നിന്ന ഇത്രയ്ക്ക് ശല്യമായിരുന്നു അച്ഛന്. ഇങ്ങനെയൊന്നും മോൾ അച്ഛൻ്റെ മുഖത്ത് നോക്കി ചോദിക്കരുത്. നിനക്കൊരു നല്ല ഭാവി ഉണ്ടായി കാണാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ടിപ്പോ കണ്ടില്ലേ എന്ത് നല്ല ഭാവിയാ. എന്തായാലും കാർത്തിക്കിന് എല്ലാ സത്യാവസ്ഥയും അറിയാവുന്നതല്ലേ. നമ്മളൊന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ. അയാൾ തന്നെ പറഞ്ഞെല്ലാം ശരിയാക്കട്ടെ. ആവില്ലച്ച, ഒന്നും ശരിയാക്കാനുള്ള കഴിവ് കാർത്തിക്കിനില്ല. പുറമേ കാണുന്ന കാർത്തിക് വീടിനകത്ത്. വായ തുറന്ന് ഒന്ന് സംസാരിക്കാൻ ഭയക്കുന്ന ഒരു മനുഷ്യൻ. ചില സമയത്ത് എന്തൊരു ജന്മം അതെന്ന് തോന്നിപ്പോവും. വീട്ടുകാർ പറയുന്നത് അനുസരിക്കാം, പക്ഷേ ഇത്രയ്ക്ക് അടിമയാവരുത്. അമ്മ പറയുന്നത് മാത്രം അനുസരിച്ച് നടക്കുന്ന ഒരാളാണോ കാർത്തിക്? എന്നാൽ എത്ര നന്നായിരുന്നു. സ്വന്തം അമ്മയല്ലേ, അനുസരിക്കട്ടെ എന്ന് വിചാരിക്കാം. ഇത് ഭരണം മുഴുവൻ ഭർത്താവ് മരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്ന മൂത്ത ചേച്ചി. അമ്മായിയമ്മ പോരാണെങ്കിൽ പോലും സഹിക്കാം. ഇതെന്താ ഇത്? അത്രയ്ക്ക് മാത്രം എന്താ മോളെ? പറയാനാണെങ്കിൽ ഇപ്പോഴേ 1000 കാര്യങ്ങളുണ്ട്. ആ സ്ത്രീക്ക് എന്തോ ഒരു വല്ലാത്ത പ്രകൃതം. ഇക്കാലത്തും ഇത്രയ്ക്ക് അന്ധവിശ്വാസവും ആചാരങ്ങളും വച്ചു പുലർത്തുന്ന മനുഷ്യരുണ്ടോ? മിണ്ടിയാൽ കണിയാനെ വരുത്തും, കവടി നിരത്തും, പിന്നെ പൂജയും മന്ത്രങ്ങളും. ആ വീട്ടിലുള്ളവര് മുഴുവനും അവര് പറയുന്നത് അനുസരിക്കണം. കുറെ കഴിയുമ്പോ അതൊക്കെ മാറും. തൽക്കാലം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ പോരെ? നിക്കാം. അവര് പറയുന്നത് പോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേക്കാം. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപ് പണികളെല്ലാം ചെയ്യാം. രാത്രി കിടക്കുന്നതിന് മുൻപ് അവരുടെ വായിലേക്ക് ഒഴിക്കാൻ പാലും തിളപ്പിച്ചു കൊടുക്കാം. പക്ഷേ ഭർത്താവിന്റെ മുറിയിലേക്ക് എപ്പ കയറി പോണോന്ന് അവര് തീരുമാനിച്ച ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛനോട് ഇതിൽ കൂടുതൽ പരിധി വിട്ട് പറയാൻ എനിക്ക് കഴിയില്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യും മോളെ? കാർത്തിക് പറഞ്ഞില്ലെങ്കിൽ
ഞാൻ പറയും. മുൻപ് വിവാഹം കഴിഞ്ഞതും ഡിവോഴ്സ് ആയതും എല്ലാം. അതുകൊണ്ട് ഇടിഞ്ഞു വീഴുന്ന ചീട്ടുകൊട്ടാരമാണ് എന്റെ ഈ ദാമ്പത്യമെങ്കിൽ ഇതും അങ്ങ് പോട്ടെ, സഹിക്കും. പക്ഷേ ഇറങ്ങി പോരേണ്ടി വന്നാലും അച്ഛന്റെ അരികിലേക്ക് വരില്ല ഞാൻ. ധൃതി പിടിച്ച് പട്ടിണി കിടന്ന് അച്ഛൻ എനിക്ക് നേടിത്തന്നത് ഒരു ജീവിതമല്ല, ദുരിതത്തിന്റെ ഒരു ഭാണ്ഡക്കെട്ട. ഇപ്പോ എനിക്കത് കൊണ്ടു നടക്കാനും വയ്യ, കൊണ്ടു നടക്കാതിരിക്കാനും വയ്യ. തലച്ചുമടേറ്റിപ്പോയില്ലേ, ഇനി ചുമക്കുക തന്നെ. കമ്പനികൾ മുഴുവൻ നഷ്ടത്തില. ഇങ്ങനൊരവസ്ഥ ഉണ്ടായതില് അരവിന്ദന് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ലമ്മേ. ഈ കുടുംബത്തിൽ നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ചോദിച്ചത് നിന്നോടാ. കുടുംബത്തില് ഉണ്ട്, ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ ഇത്രയും കടം വന്നത് നീ അറിയാത്തത് എന്താ? അത് പിന്നെ എല്ലാം നോക്കി നടത്തിയത് അനന്തുവല്ലേ? അതുകൊണ്ട് ഇവന് പിടിപ്പുകേടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് നീയല്ലേ? പത്രം, പ്രസ് എന്നൊക്കെ പറഞ്ഞ് കുടുംബം ശ്രദ്ധിക്കാതെ നടന്നതിന്റെ കുഴപ്പമല്ലേ ഇത്? ഞാൻ ഇത്രയും കാലം കുഴപ്പമൊന്നുമില്ലാതെ ബിസിനസ് നോക്കി നടത്തിയല്ലേ. നീ മിണ്ടരുത്. എന്റെ മുന്നിൽ വന്ന് സംസാരിച്ചാൽ എന്റെ നിയന്ത്രണം വിട്ടുപോകും. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. വന്ന നഷ്ടങ്ങളെല്ലാം നികത്താൻ നിനക്ക് കഴിയോ? കഴിയില്ല. അപ്പൊ പിന്നെ നീ സംസാരിക്കണ്ട. പുറത്തു പോവാൻ. അരവിന്ദ, ഇനി എന്ത് ചെയ്യും മോനെ? ഒന്നും കൈവിട്ടു പോവരുത്. അനന്തുവിന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അമ്മേ, എത്ര രൂപയുടെ ബാധ്യതയുണ്ടെന്ന് നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. അമ്മ വിഷമിക്കാതെ. എന്താടാ ഇവിടെ നിർത്തിയത്? കൊച്ചിനെന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോവാം. പാവാടയോ ബ്ലൗസോ എന്തെങ്കിലും വാങ്ങിക്കാം. ഓ, എന്തിനാ? ഇട്ടാലും അതിന്റെ ശേലി കാണാനൊന്നും കൊച്ചിപ്പം നിൽക്കത്തില്ലല്ലോ. അങ്ങനെ പറയല്ലേ അമ്മേ. കൊച്ചിന്റെ ബുദ്ധി നമുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരണം. രാഘവ, ഈ പാവാടയും ബ്ലൗസും അല്ലാതെ കൊച്ചിന് നമുക്ക് നല്ലൊരു ചുരിദാർ എടുത്താലോ? എന്നാ നിങ്ങൾ പോയേച്ചുവാ, എനിക്ക് മേല. എന്തൊരു ക്ഷീണമെന്നറിയാവോ? ഞാൻ ഈ വണ്ടിയിൽ തന്നെ ഇരിക്കാം. ആ, കാശുണ്ടോടാ കയ്യില്? പിന്നില്ലാതെ. ആരുടെയും തട്ടിപ്പറിച്ചൊന്നും അല്ലല്ലോ അല്ലേ? ചുമ്മാ എന്നെ വെറുതെ ഒരു കാര്യമില്ല ദേഷ്യം പിടിപ്പിക്കല്ലേ. പോയിട്ട് വാടാ ചെറുക്ക. ശരി അമ്മേ. ചുരിദാറിന്റെ സെക്ഷൻ എവിടെ? അവിടെയല്ലേ? ഈ റെഡ് നന്നായിരിക്കില്ലേ അവൾക്ക്? എനിക്കങ്ങനെ സെലക്ഷൻ ഒന്നും അറിഞ്ഞൂടാ.
ദേ ബാലയ്ക്ക് ഇഷ്ടമുള്ള എടുക്ക്, അത് അവക്കും ഇഷ്ടമാവും. കൊച്ചിന് കൂടുതൽ ഇഷ്ടമുള്ളത് പച്ച ഡിസൈൻസാ, പക്ഷേ റെഡ് ആയിരിക്കും അവൾക്ക് കൂടുതൽ ചേരുക. ദേ അതൊന്നെടുക്കൂ. ഇതോ? ആ അത്. നിങ്ങളെന്താ ഇവിടെ? ഞാനോ? ആ, നിങ്ങൾ എന്താ ഇവിടെന്ന്? എനിക്കെന്താ ഇവിടെ വന്നൂടെ? ഓ, എന്തെങ്കിലും കാര്യം കാണുമല്ലോ. കാര്യമുണ്ട്. ഇവിടെ ഒബാമ വരുന്നു എന്ന് പറഞ്ഞു കേട്ടു, കാണാൻ വന്നതാ. ആര്? ബരാക് ഒബാമ. ഒരുങ്ങിക്കെട്ടി നടന്നാ പോരാ, വല്ലപ്പോഴും 4 അക്ഷരം വായിക്കണം. അതെ, ഇങ്ങ് വന്നേ. നീ എന്താ ഇവിടെ? ഞാനൊരു പട്ട് വാങ്ങിക്കാൻ വന്നതാ. ചുവന്ന പട്ട്. നിങ്ങളെ കുളിപ്പിച്ച് കിടത്തുമ്പോ പുതപ്പിക്കാൻ. പോടി എവിടുന്ന്. ഈശ്വര, പിള്ളേരകത്തുണ്ടല്ലോ. ആ സാരി ഒന്ന് എടുത്തേ. ഇതല്ലേ? എന്താ? കവിത. അല്ല, ഇതാര് കവിതയോ? തുണി മേടിക്കാൻ വന്നതാ? അല്ല, പച്ചക്കറി വാങ്ങിക്കാൻ. ആളുകളുടെ മുമ്പിൽ വെച്ച് പരിചയം കാണിക്കരുതെന്ന് അറിയില്ലേ നിനക്ക്? സാർ, ഇതാ മാഡം സെലക്ട് ചെയ്തത്. പാക്ക് ചെയ്യട്ടെ? ഇത് മതി. അവളെ കണ്ടോ? ആ കണ്ടു. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. അമ്മേ കണ്ടോ? കണ്ടു. ഇപ്പൊ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുമെന്ന് ആരറിഞ്ഞു? മോനെ, അവളെ കണ്ടില്ലേടാ? ആ കണ്ടു. എന്തു പറഞ്ഞു? ഏയ്, പരസ്യമായിട്ട് നമ്മളോട് സംസാരിക്കില്ലല്ലോ. ഞാൻ കാണാൻ അല്പം വൈകിയിരുന്നെങ്കിൽ എല്ലാം കുഴഞ്ഞേനെ. തൊട്ടടുത്ത് വന്നു നിന്നിട്ടും ബാലാമണി ശ്രദ്ധിച്ചതേ ഇല്ല. ഈ മീൻകാരി തള്ള രാഘവന്റെ ആരാ? അതാരാ കൂടെ?
ആഹാ, ഇത് തന്നെ ഇരുന്ന് അഴിച്ച് കൈക്ക് വല്ല കുഴപ്പം വന്നാലോ? ഞാൻ ഇങ്ങനെ 2 കാലിൽ നടക്കുകയല്ലയോ? ഒരു വാക്ക് എന്നോട് പറഞ്ഞൂടെ? നീ ചിലപ്പോ എന്റെ കൈ പിടിച്ചൊടിച്ചാലോ? ആ, അങ്ങനെയൊക്കെ അമ്മയ്ക്ക് തോന്നും. ഒരു മരുമകളുടെ കടമ ചെയ്യാനെങ്കിലും എന്നെ ഒന്ന് അനുവദിക്കണം. എന്നാ അഴിക്ക്. നീ തന്നെയല്ലേ വീഴ്ചത്? വീഴ്ചെങ്കിൽ നന്നായി പോയി. പതിയെ എടുക്കട്ടെ അമ്മേ. പതിയെ. പ്രായമായ എല്ല ഓടിഞ്ഞ ടപ്പനെന്നിരിക്കും. വലിയ അഴകത്തമ്മയെന്നാ വിചാരം. ചെറിയൊരു വേദന വന്നാ മതി, കീന്നും പറഞ്ഞ് കരഞ്ഞോളും. ഞാൻ അഴകത്തമ്മിയാടി, നീ നോക്കിക്കോ. ഇപ്പൊ ഇത്തിരി കഷ്ടകാലാണെന്നേ ഉള്ളൂ. അഴകത്തെ ബിസിനസ്സുകളെല്ലാം ഞാൻ നേരിട്ട് നടത്തും. മക്കള് നടത്തിയല്ലേ നശിപ്പിക്കുന്നത്. എല്ലാം ഏൽപ്പിച്ചു കൊടുത്തത് എന്റെ ബുദ്ധിമോശം. അമ്മേ, ഇതെല്ലാം അമ്മ എന്നെ ഒന്ന് ഏൽപ്പിച്ചു നോക്ക്. ലാഭം വരുന്നതിന് കണക്കുണ്ടാവില്ല. നോക്കുന്നെന്തിനാ? ഞാൻ ബികോം പാസ്സായതാ. അതുകൊണ്ട് അല്ല, എന്നായാലും എന്നെ ഏൽപ്പിക്കേണ്ടതല്ലേ? മൂത്ത മോന്റെ ഭാര്യ എന്നുള്ള നിലയില് ഞാനല്ലേ അടുത്ത അഴകത്തമ്മ. എന്താ? അനന്തരാവകാശി. അയ്യോ, ഇപ്പോഴല്ല, അമ്മയുടെ കാലശേഷം. എന്റെ മുമ്പിൽ നിന്ന് പോയില്ലെങ്കിൽ കിട്ടുന്നത് എടുത്തു വെച്ച് അടിക്കും നിന്റെ തലക്കിട്ട് ഞാൻ. എന്നാലേ ഞാൻ എന്റെ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. ഓ എന്റെ ദൈവമേ, എന്റെ ഒരു തലവിധി. ഇങ്ങോട്ട്. കയ്യൊക്കെ നേരായപ്പോ അഹങ്കാരം അങ്ങ് കൂടി. അങ്ങനെ തന്നെ വേണം. ഞാൻ വന്നിട്ട് കുറച്ചധികം സമയമായി. നീ ഒന്നും ഇതുവരെ മിണ്ടിയില്ല. എന്തെങ്കിലും ഒന്ന് കഴിച്ചോന്ന് പോലും ചോദിച്ചില്ല. എന്തിന്? ഞാൻ ചോദിച്ചിട്ട് എന്താ കാര്യം? ഉണ്ടാക്കുന്നതും ഡൈനിങ് ടേബിളിൽ നിരത്തി വെക്കുന്നതും ഞാൻ, വിളമ്പാൻ നേരത്ത് പെങ്ങൾ. അതെന്ത് മര്യാദയാ? ഇവിടെ എല്ലാവരും അങ്ങനെ ശീലിച്ചു പോയി. ആ ശീലങ്ങളൊക്കെ മാറ്റണം കാർത്തിക്. അമ്മ വിളമ്പി തരട്ടെ. അന്നം അമ്മയുടെ കൈകൊണ്ട് വേണമെന്നാ ശാസ്ത്രം. അവരെ പോലെ അന്ധവിശ്വാസി അല്ലെങ്കിലും അതൊക്കെ എനിക്കും അറിയാം. ഇവിടെ നടക്കുന്നത് അത് വല്ലതുമാണോ? പെങ്ങടെ കൈകൊണ്ട് കഴിച്ചാൽ അത് അമൃത്, മറ്റുള്ളവർക്കൊക്കെ അയിത്തം. അച്ഛനുണ്ടായിരുന്ന കാലം മുതൽ പറയുമായിരുന്നു, ഗീതമ്മ ഉണ്ടായതിനു ശേഷമാണ് കാലം തെളിഞ്ഞതെന്ന്, നല്ല കാലം വന്നതെന്ന്. ആ ജാതകത്തിന്റെ മേന്മയാ കുടുംബത്തിന്റെ ഐശ്വര്യമെന്ന്. നിങ്ങൾ എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ തരം താടല്ലേ കാർത്തിക്. വന്ന് കയറിയപ്പോ മുതല് ഒരു മരവിപ്പ മനസ്സിന്. അത് വെറുപ്പാക്കി മാറ്റരുത്. അബിക്ക് വെറുപ്പായി തുടങ്ങി എന്നോട്? ഇല്ല കാർത്തിക്, എനിക്ക് നന്നായിട്ടൊന്ന് ജീവിക്കണമെന്നുണ്ട്. ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നടന്നു കയറണമെന്നുണ്ട്. അതിന് നിങ്ങളോട് ഒറ്റ കാര്യമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഒരു ജീവിതം, ഒരു നല്ല ജീവിതം താ എനിക്ക്. ഞാൻ എന്താ വേണ്ടത് അബി? മറ്റാരേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എങ്കിൽ ഇതുവരെ മറച്ചു വെച്ചതെല്ലാം കാർത്തിക് നാളെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് പറയണം. ഒരു വഴക്കും ബഹളമാണ് കാർത്തിക് പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. നമ്മുടെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള പ്രാപ്തിയും പക്വതയും നമുക്കുണ്ട്. ആകാശം ഇടിഞ്ഞ് തലയിലേക്കൊന്നും വീഴില്ല. ഇനി അഥവാ അങ്ങനെ വീണാൽ കാർത്തിക്കിന്റെ തോളോട് തോൾ ചേർന്ന് ഞാനും ഉണ്ടാവും. സഹിക്കുന്നതൊക്കെ നമുക്ക് ഒരുമിച്ച് സഹിക്കാം. ഞാൻ പറയാം അബി, എല്ലാം ഞാൻ നാളെ തന്നെ പറയാം. വരുന്നത് വരട്ടെ. രാഘവ, ചോറെടുത്ത് വെച്ചു വാ.
എന്താടാ നിന്റെ മുഖത്തൊരു വല്ലായിക? അല്ല, രാവിലെ ആ പെണ്ണിനെ കണ്ടില്ലേ, കവിതയെ? അപ്പം മുതൽ ഉള്ളിലൊരു പേടി. എന്തെങ്കിലും ഒരു സംശയം അവൾക്ക് തോന്നിയാൽ പെട്ടുപോകും നമ്മൾ. പറുത ഇട്ടതുകൊണ്ട് കണ്ണു മാത്രമല്ലേ കാണാൻ പറ്റത്തുള്ളൂ. എങ്ങനെ തിരിച്ചറിയാനാ? മുഖംമൂടി ഉണ്ടായിരുന്നില്ല ബാലാമണിക്ക്. ഞാൻ പെട്ടെന്ന് തന്നെ തട്ടം താഴ്ത്തുമായിരുന്നു. അവള് കണ്ടോന്ന് എനിക്കറിയില്ല. കണ്ടാലും അവിടെ വെച്ചൊന്നും പറയില്ലല്ലോ. ഇനി ഇപ്പൊ കണ്ടാലേ അങ്ങ് കാണട്ടെ. ഓ, അല്ലെങ്കിൽ എത്ര കാലം എങ്ങനെ ഒളിച്ചിരിക്കുന്നേ? ഓ, അമ്മയ്ക്ക് അതിന്റെ അപകടം മനസ്സിലാവാത്തോണ്ടാ. ബാലാമണിയുടെ ശവമാണെന്നും പറഞ്ഞ് കാണിച്ചിട്ടും അതിനോട് വരെ പക തീർത്തതാ അവള്. എന്ന് വെച്ച് ഒരാളെ പേടിച്ചിങ്ങനെ കാലാകാലം ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ബാലാമണിയുടെ കുഞ്ഞ് ജനിക്കുന്നതുവരെയെങ്കിലും നമ്മൾ കരുതിയിരിക്കണം. നിസ്സാര കാശിന് കൈയും കാലും ഒക്കെ വെട്ടുന്ന പിള്ളേരുണ്ട് ചേരിയിൽ. ബാലാമണി ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ കവിത മറ്റാരെങ്കിലും കൊട്ടേഷൻ ഏൽപ്പിക്കും. അത് അപകടം അമ്മേ. ഞാൻ എത്ര ശ്രമിച്ചാലും എൻ്റെ കയ്യിൽ നിന്നൊന്നും വരില്ല. അപ്പോ എന്ത് ചെയ്യും മോനെ? തൽക്കാലം അമ്മയൊന്ന് അഴകത്ത് വരച്ചില്ല. വെറുതെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അന്വേഷിച്ചിട്ട് വാ. അമ്മയെ കണ്ട കവിത മനസ്സിലുള്ളത് എന്തെങ്കിലും സൂചിപ്പിക്കാതിരിക്കില്ല.